മാർക്കറ്റിൽ എങ്ങും ചുവപ്പാണ്, നഷ്ടം മാത്രം. പ്രധാന സൂചികകൾ ഇടിഞ്ഞു താഴേക്ക് കൂപ്പുകുത്തുകയാണ്. ആഴ്ചകളുടെ നേട്ടമില്ലാതാക്കി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ സെല്ലിംഗ് നടത്തുകയാണ്. ഈ മാസം മാത്രം 36,591 കോടി രൂപയിലധികം അവർ പിൻവലിച്ചു. ഇത് പലർക്കും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. ചില ഇൻവെസ്റ്റേഴ്സിന്റെ സ്റ്റോക്കുകൾ വിൽക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. എന്നാൽ ഭൂരിഭാഗം ആളുകളും വിൽക്കുമ്പോൾ ചുരുക്കം ചില കമ്പനികളിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഭയപ്പെടാനുള്ള സമയമല്ല, ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമാണ്. ഇതുപോലെയുള്ള മാർക്കറ്റ് കറക്ഷനുകൾ ഒരു ഫിൽറ്റർ പോലെയാണ്. അവ എല്ലാ ഊഹാപോഹങ്ങളെയും ഇല്ലാതാക്കും. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ മാത്രം നിലനിർത്തുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ഇതൊരു പ്രതിസന്ധിയായിട്ട് തോന്നുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ഈ ഒരു ഫ്ലക്ച്വേഷനെ അതിജീവിക്കുക മാത്രമല്ല, അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരവുമാണ്. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിലവിൽ അവിശ്വസനീയമായ കരുത്ത് പ്രകടിപ്പിക്കുന്ന 5 ഇന്ത്യൻ സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. ഇവ തീർച്ചയായിട്ടും യാദൃശ്ചികമായിട്ട് തിരഞ്ഞെടുത്തവയൊന്നുമല്ല. ഓരോന്നിനും മികച്ച Q3 റിസൾട്ടുകൾ, ടെക്നിക്കൽ ചാർട്ടുകളുടെ ബുള്ളിഷ് സിഗ്നലുകൾ, വരും ആഴ്ചയിലെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന പ്രധാന ന്യൂസ് അപ്ഡേറ്റുകൾ എന്നിവയുടെയൊക്കെ ശക്തമായിട്ടുള്ള പിൻബലമുണ്ട്. അതിനാൽ നമുക്ക് ആശങ്കകളും ഭയവും മാറ്റിവെക്കാം. പകരം ഡാറ്റ, ഫണ്ടമെന്റൽ സ്ട്രാറ്റജികൾ എന്നിവയെ കുറിച്ച് സംസാരിക്കാം. അടുത്ത ആഴ്ച നിങ്ങൾ അടുത്ത് നിന്ന് നിരീക്ഷിക്കേണ്ട 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് സനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒന്നാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക്സ് ആണ്. മെറ്റൽ രംഗത്തെ ഭീമനായിട്ടുള്ള ഹിന്ദുസ്ഥാൻ സിങ്ക് ബലഹീനതകളെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ സ്റ്റോക്ക് ഒരു ശക്തി ദുർഗമായിട്ട് തുടരുകയാണ്. അതിന്റെ പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള സിങ്ക് കമ്പനിയാണിത് എന്നുള്ളതാണ്. കമ്പനി അവരുടെ എക്കാലത്തെയും ഉയർന്ന ക്വാർട്ടർലി റവന്യൂ, പ്രോഫിറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാം പാദത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുൻ വർഷത്തെ അപേക്ഷിച്ച് 46% വർദ്ധിച്ച് 3,916 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ 27% വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 11,000 കോടി രൂപയിലെത്തി. റെക്കോർഡ് വർധനയായിരുന്നു ഇത്. ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ സീക്രട്ട് വെപ്പൺ അതിന്റെ സിൽവർ ബിസിനസ് ആണ്. വെള്ളി വിലയിൽ ഉണ്ടാകുന്ന കുതിപ്പ് കമ്പനിക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് വരുന്നുണ്ട്. ഇത് കമ്പനിയുടെ ലാഭത്തിന്റെ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അനലിസ്റ്റുകൾ സിൽവറിന് മേൽ ബുള്ളിഷ് ആയതുകൊണ്ടും ഇടക്കാലയളവിൽ വില ഇനിയും ഉയരുമെന്ന് ചിലർ പ്രവചിക്കുന്നത് കൊണ്ടും ഇത് കമ്പനിക്ക് വളർച്ചയുടെ രണ്ടാമതൊരു ശക്തമായിട്ടുള്ള എഞ്ചിൻ നൽകുന്നു. ടെക്നിക്കലി ഈ സ്റ്റോക്ക് നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. മാർക്കറ്റിലെ പൊതുവായിട്ടുള്ള ആശങ്കകൾ കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടും സ്റ്റോക്ക് അടുത്തിടെ 52 വീക്കിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ലെവലിലെത്തി. ഇത് ശക്തമായിട്ടുള്ള ഒരു ഇന്റേണൽ മൊമെന്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മാത്രമല്ല ശ്രദ്ധിച്ചത്, പല റേറ്റിംഗ് കമ്പനികളും ഹിന്ദുസ്ഥാൻ സിങ്ക്സിന്റെ ആ ഒരു മൂവ്മെന്റിനെ പ്രശംസിക്കുകയുണ്ടായി. അവരുടെ ടാർഗറ്റ് പ്രൈസ് ഏതാണ്ട് 750 രൂപ വരെയായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയിലെ പ്രധാന ട്രിഗർ ഈ മികച്ച റിസൾട്ടുകളെ മാർക്കറ്റ് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണ്. പ്രത്യേകിച്ചും വെള്ളി വിലയിലെ ചലനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മാനേജ്മെന്റ് ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ശക്തമായിട്ടുള്ള വെള്ളി ഉൽപാദനത്തിന്റെ ലക്ഷ്യം നിലനിർത്തിയിട്ടുണ്ട്. വിലയിൽ ഉണ്ടാകുന്ന ഡിപ്പുകൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് മെറ്റൽ സെക്ടറിലെ മറ്റൊരു അതികായനാണ് ടാറ്റ സ്റ്റീൽ. മാർക്കറ്റ് പ്രക്ഷുബ്ധമായിരുന്നിട്ടും ടാറ്റ സ്റ്റീൽ അടുത്തിടെ മാർക്കറ്റ് ട്രെൻഡിന് എതിരെ നീങ്ങി 52 വീക്ക് ഹൈ അടിക്കുകയുണ്ടായി. ഇത് ബുള്ളിഷ് മൊമെന്റത്തിന്റെയും ഒരു റിലേറ്റീവ് സ്ട്രെങ്തിന്റെയും വ്യക്തമായിട്ടുള്ള സൂചനയാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഇത് കമ്പനിയുടെ ഓപ്പറേഷൻസിലുള്ള ഫോക്കസ് ആണ്. ഉയർന്ന ലാഭം നൽകുന്ന ഇന്ത്യൻ ബിസിനസിന്റെ പങ്ക് 2025 സാമ്പത്തിക വർഷത്തിൽ 68% നിന്ന് 2028 ആവുമ്പോഴേക്കും 72% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. എന്തുകൊണ്ട് നോക്കിയാൽ ആഭ്യന്തര മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗ്ലോബൽ വോളറ്റാലിറ്റിയിൽ നിന്നും റിസ്കുകളിൽ നിന്നും കമ്പനിയെ ഇൻസുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള വരുമാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ സ്ട്രാറ്റജിക് നീക്കമാണ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ശുഭപ്രതീക്ഷ പുലർത്തുവാനുള്ള പ്രധാന കാരണം. ടെക്നിക്കൽ കാഴ്ചപ്പാടിൽ ദുർബലമായിട്ടുള്ള മാർക്കറ്റിൽ 52 വീക്കിലെ പുതിയ ഉയരത്തിലെത്തുന്നത് ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റത്തിന്റെ സൂചനയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ബയേഴ്സ് കൺട്രോളിലാണെന്നുള്ളതാണ്. മറ്റുള്ളവർ വിൽക്കുമ്പോഴും ഇവർ ഈ സ്റ്റോക്ക് വാങ്ങി കൂട്ടുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ മെറ്റൽ വിലയിലുണ്ടായ മുന്നേറ്റം ഈ ഒരു സെക്ടറിന് മൊത്തത്തിൽ ഒരു വലിയ ഉത്തേജനം നൽകുകയും ചെയ്തു. അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സ്റ്റോക്കിന് ഈടെയുണ്ടായ നേട്ടങ്ങൾ നിലനിർത്താനും ഒരു 52 വീക്ക് ഹൈ ഒരു പുതിയ മുന്നേറ്റത്തിനുള്ള ബേസ് ആയിട്ട് ഉപയോഗിക്കാനും കഴിയുമോ എന്നുള്ളതാണ്. മാർക്കറ്റ് ക്വാളിറ്റിയും സ്റ്റെബിലിറ്റിയും തേടുമ്പോൾ ടാറ്റ സ്റ്റീലിന്റെ ഓപ്പറേഷണൽ കരുത്ത്, ശക്തമായിട്ടുള്ള ആഭ്യന്തര ഫോക്കസ്, അനലിസ്റ്റുകളുടെ അനുകൂല റേറ്റിംഗുകൾ എന്നിവ അതിനെ വളരെ ആകർഷകമായ ഒരു സ്റ്റോക്കാക്കി മാറ്റുന്നു. മൂന്നാമതായിട്ട് ഇന്ത്യൻ ബാങ്ക്. മെറ്റലിൽ നിന്ന് ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് നീങ്ങുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ വിൽപ്പനാ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു മാർക്കറ്റിൽ ബാങ്കിംഗ് സെക്ടറിന്റെ ആരോഗ്യം വളരെ നിർണായകമാണ്. ആകർഷകമായിട്ടുള്ള സ്റ്റെബിലിറ്റിയും ഫണ്ടമെന്റൽ ഇംപ്രൂവ്മെന്റ്സും പ്രകടിപ്പിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്കായിട്ട് ഇന്ത്യൻ ബാങ്ക് വേറിട്ട് നിൽക്കുകയാണ്. പ്രധാന കാര്യം ബാങ്കിന്റെ ഇംപ്രൂവ് ആകുന്ന അസറ്റ് ക്വാളിറ്റിയാണ്. അടുത്തിടെ പുറത്തു വന്ന മൂന്നാം പാദ ഫലത്തിൽ ബാങ്കിന്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഗണ്യമായിട്ട് കുറഞ്ഞത് കാണാൻ കഴിഞ്ഞു. അതിലും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം NPA റേഷ്യോ വെറും 0.15% ആണ് എന്നുള്ളതാണ്. ഇത് ബാങ്ക് ലോണുകളും റിക്കവറിയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നും കാണിക്കുന്നുണ്ട്.
മൂന്നാം പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ ഈ ഒരു കരുത്ത് തെളിയിക്കുന്നുണ്ട്. ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 7.3% വർധനവുണ്ടായി. അത് 3061 കോടി രൂപയായിട്ട് മാറി. ബാങ്കിന്റെ പ്രധാന വരുമാനമായിട്ടുള്ള നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7.5% വർദ്ധിച്ച് ഏകദേശം 6900 കോടി രൂപയായിട്ടുണ്ട്. പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ടുള്ള വളർച്ചയാണ് മികച്ച നിക്ഷേപകർ തേടുന്നത്. കൂടാതെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നല്ല നിലയിലാണ്. ഇത് പ്രതിസന്ധികളെ നേരിടാനും ഭാവിയിൽ വളർച്ചയ്ക്ക് ഫണ്ട് ചെയ്യാനും ധാരാളം അവസരങ്ങൾ നൽകുന്നു. ടെക്നിക്കൽ വശത്ത് സ്റ്റോക്കിന്റെ ചാർട്ട് അതിന്റെ ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽസിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇത് 52 വീക്കിലെ പുതിയ ഹൈയിലെത്തി. വിശാലമായിട്ടുള്ള ബാങ്ക് നിഫ്റ്റി സൂചികകളും സപ്പോർട്ട് കണ്ടെത്തുന്നുണ്ട്. ഇത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള ശക്തമായിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്ത ആഴ്ചയിലെ ഒരു ട്രിഗർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ക്വാളിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു സെർച്ച് ഇവിടെ കാണാൻ കഴിയും. ഇൻവെസ്റ്റേഴ്സ് ഉയർന്ന റിസ്കിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറുമ്പോൾ ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള മെച്ചപ്പെട്ട അസറ്റ് ക്വാളിറ്റിയും സ്ഥിര വരുമാനവുമുള്ള ഫണ്ടമെന്റലി മികച്ച കമ്പനികൾ ആകർഷണീയമാകും. ഇന്ത്യൻ ബാങ്കിന്റെ മികച്ച മൂന്നാം പാദ പ്രകടനവും മികച്ച അസറ്റ് ക്വാളിറ്റിയും ഒരു അസ്ഥിരമായ മാർക്കറ്റിൽ ഒരു സ്റ്റേബിൾ ആങ്കർ തേടുന്ന ഏതൊരാൾക്കും ഇതൊരു മികച്ച ചോയ്സ് ആയിട്ട് മാറും. നാലാമതായിട്ട് APL അപ്പോളോ ട്യൂബ്സ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ദീർഘകാല ഗ്രോത്ത് സ്റ്റോറികളിൽ ഒന്നായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന APL അപ്പോളോ ട്യൂബ്സ് രാജ്യത്തിലെ ഏറ്റവും വലിയ സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബുകളുടെയും പൈപ്പുകളുടെയും നിർമ്മാതാക്കളാണ്. ഒരു വളരെ നല്ല പ്രകടനമാണ് ഈ കമ്പനി കാഴ്ചവെക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ക്വാർട്ടർലി റിസൾട്ടുകൾ മാർക്കറ്റിൽ അതിന്റെ ആധിപത്യം തെളിയിക്കുന്നു. കമ്പനി മികച്ച മൂന്നാം പാദ ഫലം നൽകി എക്കാലത്തെയും ഉയർന്ന ക്വാർട്ടർലി പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മുൻ വർഷത്തെ അപേക്ഷിച്ച് 42.9% വർദ്ധിച്ച് 310 കോടി രൂപയായിട്ട് മാറി. ഇത് വളരെ യാദൃശ്ചികമല്ല. റവന്യൂവും വളർന്നു വരികയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 7% ഉയർന്ന് 5815 കോടി രൂപയിലെത്തി. അസംസ്കൃത വസ്തുക്കളുടെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിലും ഈ പ്രകടനം ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ഫണ്ടമെന്റലി APL അപ്പോളോ ഇന്ത്യയുടെ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ ബൂമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ട് പ്ലേ ആണ്. വീടുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ മുതൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ വരെ എല്ലാത്തിലും അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സർക്കാർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തുടരുന്നതിനാൽ ആ ഒരു ഡിമാൻഡ് നിറവേറ്റാൻ APL അപ്പോളോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനത്താണ് ഉള്ളത്. ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ചാർട്ട് വ്യക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിന്റെ സൂചന നൽകുന്നുണ്ട്. സ്റ്റോക്ക് ഒരു വൈറ്റ് മരുബോസോ എന്നറിയപ്പെടുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ബുള്ളിഷ് മൊമെന്റത്തിന്റെ ശക്തമായിട്ടുള്ള സൂചനയാണ്. ഒരാഴ്ചയിലെ ട്രിഗർ നോക്കുകയാണെങ്കിൽ റിസൾട്ടിന് ശേഷമുള്ള മൊമെന്റവും ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിതമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകളും ബജറ്റ് സീസൺ അടുക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു രീതിയും ഒക്കെ APL അപ്പോളോയുടെ മികച്ച ഫലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ബുള്ളിഷ് ടെക്നിക്കൽ സിഗ്നലുകൾക്ക് നല്ല ഒരു വിശ്വാസം നൽകാനും ഇതൊക്കെ കാരണമാകുന്നുണ്ട്. ഒരു വലിയ എക്കണോമിക് ട്രെൻഡിന്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ റിസൾട്ടുകളാക്കി മാറ്റുന്ന ഒരു കമ്പനി ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റേഴ്സിന് APL അപ്പോളോ ട്യൂബ്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഒരു പ്രധാന സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റോക്ക് അതിവേഗം വളരുന്ന സെക്ടറിലെ അതിശക്തമായിട്ടുള്ള ടേൺ അറൌണ്ട് സ്റ്റോറിയാണ്. സുസ്ലോൺ എനർജി. വർഷങ്ങളോളം വെല്ലുവിളികൾ നേരിട്ട കമ്പനി ഇപ്പോൾ അതിന്റെ റിന്യൂവബിൾ എനർജിയിലേക്കുള്ള വലിയ മുന്നേറ്റത്തിന്റെ ഒരു പ്രധാന ഭാഗത്താണുള്ളത്. സുസ്ലോണിന്റെ സമീപകാല മൂന്നാം പാദ ഫലങ്ങളിൽ ഒരു പ്രധാന ആകർഷണം 3 വർഷത്തെ അപേക്ഷിച്ച് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ള 91% കുതിപ്പാണ്. ഇത് 338 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വെറും ഒരു കണക്കിലെ കളിയല്ല. ശക്തമായിട്ടുള്ള ഓപ്പറേഷൻസ്, മെച്ചപ്പെട്ട ഫിനാൻസ്, വളരുന്ന ഓർഡർ ബുക്ക് ഇവയൊക്കെ ഇതിന് നല്ല പിൻബലം നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. സിസ്റ്റമാറ്റിക്സ് എന്ന ഒരു ബ്രോക്കറേജ് സ്ഥാപനം അടുത്തിടെ ബൈ റേറ്റിംഗോടെ 67 റുപ്പീസ് ടാർഗറ്റ് പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റലി ഇന്ത്യയുടെ എനർജി ട്രാൻസിഷനിലെ ഒരു പ്രധാന പങ്കാളി തന്നെയാണ് സുസ്ലോൺ. കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള റിന്യൂവബിൾ എനർജി വികസിപ്പിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഈ ഒരു പോളിസി പുഷിന്റെ ഒരു നേരിട്ടുള്ള ഗുണഭോക്താവായിട്ട് സുസ്ലോൺ മാറുന്നുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ചാർട്ട് നല്ല ഒരു ദീർഘകാല മുന്നേറ്റത്തിന് സൂചനകളൊക്കെ കാണിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഒരു കറക്ഷന് വിധേയമാകുകയും 52 വീക്കിലെ താഴ്ന്ന നിലവാരത്തിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്തിടെ നല്ല ട്രേഡിംഗ് വോളിയത്തോടെ ചെറിയ റിക്കവറി ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് മികച്ച നിക്ഷേപകർ ഈ താഴ്ന്ന നിലവാരത്തിൽ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അടുത്ത ആഴ്ചയും അതിനുശേഷം സുസ്ലോണിന്റെ പ്രധാന ട്രിഗർ വരാനിരിക്കുന്ന ബജറ്റിൽ പ്രധാന വിഷയമാകാൻ സാധ്യതയുള്ള റിന്യൂവബിൾ എനർജിയിൽ സർക്കാരിന്റെ തുടർന്നുള്ള ശ്രദ്ധയാണ്. കമ്പനിയുടെ ശക്തമായിട്ടുള്ള മാർക്കറ്റ് പൊസിഷൻ പ്രഖ്യാപിക്കപ്പെടുന്ന പുതിയ പ്രോജക്റ്റുകൾ പ്രയോജനപ്പെടുത്താൻ അതിനെ സഹായിക്കുന്നുണ്ട്. സ്റ്റോക്ക് അസ്ഥിരമാണെങ്കിൽ ലാഭത്തിലുള്ള ഒരു കുതിപ്പ്, ശക്തമായിട്ടുള്ള ഇൻഡസ്ട്രി അനുകൂല ഘടകങ്ങൾ, അനുകൂലമായിട്ടുള്ള ദീർഘകാല ചാർട്ട് ഇവയെല്ലാം ചേർന്ന് ഇതിനൊരു നല്ല സാധ്യതയുള്ള സ്റ്റോക്കാക്കി മാറ്റുന്നു. അല്പം കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഗ്രീൻ എനർജി സെക്ടറിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുസ്ലോൺ നല്ലൊരു സെലക്ഷൻ തന്നെയായിരിക്കും. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്കുള്ള 5 സ്റ്റോക്കുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നിനും വരും ആഴ്ചയിലെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള ശക്തവും ഡാറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള കാരണങ്ങളുമുണ്ട്. കുറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റും വെള്ളിയുടെ പിൻബലവുമുള്ള ഹിന്ദുസ്ഥാൻ സിങ്ക്, ആഭ്യന്തര ബിസിനസ് ശക്തിപ്പെടുത്തുന്ന ടാറ്റ സ്റ്റീൽ,
അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഇന്ത്യൻ ബാങ്ക്, റെക്കോർഡ് ലാഭത്തിൽ മുന്നേറുന്ന APL അപ്പോളോ ട്യൂബ്സ്, റിന്യൂവബിൾ എനർജി രംഗത്തെ ടേൺ അറൌണ്ട് സ്റ്റോറി പറയുന്ന സുസ്ലോൺ എനർജി. വലിയ മാർക്കറ്റ് വോളറ്റാലിറ്റിയും FII സെല്ലിംഗും നേരിടുമ്പോൾ ഈ സ്റ്റോക്കുകൾ ഫണ്ടമെന്റൽ കരുത്തും അനുകൂലമായിട്ടുള്ള ടെക്നിക്കൽ സിഗ്നലുകളും വ്യക്തമായിട്ടുള്ള മുന്നേറ്റത്തിനുള്ള ട്രിഗറുകളും കാണിക്കുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന ഹെഡ്ലൈൻസുകൾക്കപ്പുറം ഒരു ബിസിനസിന്റെ യഥാർത്ഥ ആരോഗ്യം മനസ്സിലാക്കുന്നവർക്ക് മാർക്കറ്റ് പ്രതിഫലം നൽകുന്നു. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ലഭിച്ചു, അത് നിങ്ങളുടെ ട്രേഡിങ്ങിന് അനുകൂലമായിട്ടുള്ള ഡേറ്റകൾ നൽകിയോ അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് നൽകിയോ, അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. ഈ മാർക്കറ്റുകളിൽ നിങ്ങളെ സഹായിക്കുന്നതിന് ആക്ഷനബിൾ ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റുകൾ നൽകുന്നത് തുടരും. കണ്ടതിന് നന്ദി. സ്മാർട്ടായിട്ട് ട്രേഡ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.